തന്റെ കാലത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ കാലത്തുണ്ടായ ഈ അനിഷ്ട സംഭവങ്ങളിലൊക്കെ അതിയായ ദുഃഖമുണ്ട്. മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ രണ്ടിടത്ത് നടന്ന സംഭവങ്ങളിലൊക്കെ അന്വേഷണം നടത്തിയിരുന്നപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ തന്നെ പുറത്തുവിടണം, ജനങ്ങൾ സത്യം അറിയട്ടെ എന്നാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണിക്ക് പറയാനുള്ളത്. ശിവഗിരിയിലായാലും മുത്തങ്ങയിലായാലും അവിടെയൊക്കെ സംഭവിച്ചതിൽ അതിയായ ദുഃഖമുണ്ട്. ഖേദം ശിവഗിരിയിൽ തന്നെ പോയി താൻ രേഖപ്പെടുത്തിയിരുന്നു. മുത്തങ്ങയിലാണെങ്കിലും ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്തത് തന്റെ കാലത്താണ് എന്നാണ് എ.കെ. ആന്റണി വിശദീകരിച്ചത്. കൂടുതൽ വിശദാംശങ്ങളുമായി കെ.ആർ. സാജു ചേരുകയാണ്. സാജു, ഈ ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് എ.കെ. ആന്റണി വ്യക്തമാക്കിയത്? ഇന്നലെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തെ കഴിഞ്ഞ് ഉള്ള ചർച്ച നടക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും സർക്കാർ പ്രതിപക്ഷത്തെ വെട്ടിലാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ശിവഗിരിയും അതുപോലെ തന്നെ മുത്തങ്ങയിലെ പോലീസ് നടപടികളും മറ്റുമായിരുന്നു. പക്ഷേ അവിടെയാണ് എ.കെ. ആന്റണി അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുണ്ടായിരുന്ന രണ്ട് സുപ്രധാനമായ നടപടികളായിരുന്നു, രണ്ടും പോലീസ് നടപടികളായിരുന്നു. ഈ രണ്ട് നടപടികളിലും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശദീകരണം നൽകാനായി നേരിട്ടെത്തിയത്. 21 വർഷം മുമ്പുള്ള കാര്യങ്ങൾ, അതായത് കേരള രാഷ്ട്രീയത്തിൽ നിന്നും എ.കെ. ആന്റണി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറി, പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും റിട്ടയർമെന്റ് എടുത്ത് വിശ്രമിക്കുകയാണ് അദ്ദേഹം. ആ 21 വർഷത്തിനു മുമ്പുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകാനും പ്രതിരോധം തീർക്കാനുമായിട്ടാണ് എ.കെ. ആന്റണി എത്തിയത്. അദ്ദേഹം സർക്കാരിന് മുന്നിൽ 3 കാര്യങ്ങളിൽ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ വെക്കുന്നു. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ശിവഗിരിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ശിവഗിരിയിൽ നിന്നുണ്ടായ പോലീസ് നടപടി ഒഴിവാക്കാനായി ശ്രമിച്ചതാണ്. ആ നടപടിയിൽ തനിക്ക് ദുഃഖമുണ്ട് എന്ന് എ.കെ. ആന്റണി വിശദീകരിക്കുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ മറ്റൊരു വഴിയും സർക്കാരിന് മുന്നിൽ ഇല്ലായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് നടപടി ഉണ്ടായത്. ആ പോലീസ് നടപടിയെക്കുറിച്ച് തനിക്ക് ശേഷം വന്ന ഇ.കെ. നായനാർ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശമുണ്ട്. ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ആണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകും, തന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ എ.കെ. ആന്റണി ശിവഗിരി വിഷയത്തിൽ പ്രതികരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുത്തങ്ങയാണ്. മുത്തങ്ങയായി ബന്ധപ്പെട്ടും അദ്ദേഹം പറയുന്നത്, ഞാൻ അന്ന് തന്നെ അതുമായി ഉണ്ടായ പോലീസ് നടപടികളിലൊക്കെ ഖേദപ്രകടനം നടത്തിയതാണ്. പക്ഷേ അവിടെയും നടപടി അനിവാര്യമാക്കുകയായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേന്ദ്ര വന്യജീവി സങ്കേതമായിരുന്നു. അവിടെ കുടിൽ കെട്ടിയ ആദിവാസികളെ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്നത്തെ കേന്ദ്ര സർക്കാർ 3 തവണ കത്തയച്ചു. അവിടെ അതിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. ആ സാഹചര്യത്തിൽ അവരെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ടത് നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിരുന്നു എന്ന ഒരു നിലപാടാണ് എ.കെ. ആന്റണി സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ തനിക്ക് ശേഷം വന്ന സർക്കാരുകൾ ആരെങ്കിലും അത്തരത്തിൽ ആദിവാസികളെ അവിടെ താമസിപ്പിക്കുന്നതിലേക്ക് പോയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമാണ് എ.കെ. ആന്റണി ഉന്നയിക്കുന്നത്. അതിന് അങ്ങനെ കഴിയില്ല ആർക്കും. അത് കേന്ദ്ര വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ആരെയും താമസിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് മറ്റാർക്കും അവിടെ ആദിവാസികളെ പിന്നീട് കുടിൽ കെട്ടി കൊണ്ടുവരാൻ പോലും കഴിയാതിരുന്നത് എന്ന കാര്യം സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ആദിവാസികൾക്ക് ഭൂമി നൽകിയത് താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് എന്നുകൂടി എ.കെ. ആന്റണി ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എ.കെ. ആന്റണി സൂചിപ്പിക്കുന്നത് മാറാടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനു കൂടി അദ്ദേഹം ഉത്തരം നൽകി. അതിനു മുമ്പ് തന്നെ അദ്ദേഹം മുത്തങ്ങയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പിന്നീട് അതിൽ CBI അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടും ഈ സർക്കാരിന്റെ കയ്യിലുണ്ട്. അതും പ്രസിദ്ധീകരിക്കട്ടെ, ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകും അതിൽ നിന്നും എന്ന സമീപനം സ്വീകരിക്കുന്നു. അവിടെയും ഇപ്പോൾ നടക്കുന്നത് ഒരു ഏകപക്ഷീയ ആക്രമണമാണെന്നാണോ? വർഷമായി ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടമാണുള്ളത്. അതുകൊണ്ട് കൂടിയാണ് താനിപ്പോൾ
മറുപടി നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി എത്തിയിരിക്കുന്നത് എന്നുകൂടിയാണ് AK ആന്റണി വിശദീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ നിയമസഭയിൽ ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയ രണ്ട് സുപ്രധാന ആയുധങ്ങൾ AK ആന്റണി സർക്കാരിന്റെ കാലത്തെ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ രണ്ടിലും അദ്ദേഹം മറുപടി നൽകുന്നു. ഒപ്പം രണ്ടുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ, ഒന്ന് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടാണെങ്കിൽ മറ്റൊന്ന് CBI അന്വേഷണ റിപ്പോർട്ടാണ്. ആ രണ്ട് റിപ്പോർട്ടുകളും സർക്കാർ പ്രസിദ്ധീകരിക്കട്ടെ, കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകും എന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. മാറാട് കലാപം ഉണ്ടായതും നമുക്കറിയാം AK ആന്റണി സർക്കാരിന്റെ കാലത്തായിരുന്നു. അതുമായി ബന്ധപ്പെട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി പുറത്തുവിടട്ടെ എന്ന സമീപനം സ്വീകരിക്കുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ AK ആന്റണി ഇന്ന് മറുപടി നൽകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ കോൺഗ്രസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്. അതിനെ ആർക്കും ദുർബലപ്പെടുത്താൻ കഴിയില്ല എന്ന സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. ഈ രണ്ട് വിഷയങ്ങളിൽ മാത്രം മറുപടി പറയുക, അതാണ് ഇന്നലെ ഉയർന്നു വന്നത്. അതിന് ഞാൻ മറുപടി പറയുന്നു എന്നുള്ളതാണ്. ശിവഗിരിയിലെ പോലീസ് നടപടി ഒഴിവാക്കാൻ താൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത്, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ കാലത്തുണ്ടായ എല്ലാ അനിഷ്ട സംഭവങ്ങളിലും ദുഃഖമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസിന് ഒരു പ്രതിസന്ധിയുമില്ല എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. തനിക്ക് പലതും തുറന്നു പറയാനുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കാണണമെന്നാണ് താൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് കാണുകയാണ്. തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ അപ്രിയ സത്യങ്ങളും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറയാം എന്നാണ് പറയുന്നത്. അതായത് AK ആന്റണിക്ക് പല കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ട് കേരളത്തോട് എന്നുള്ളതാണ്. താൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും കാണും, അപ്പോൾ പലതും പറയും. അതിനൊരു ആത്മകഥയുടെ രൂപമുണ്ടാവും എന്നാണ് AK പറഞ്ഞു വെക്കുന്നത്. കാരണം അതിൽ അപ്രിയ സത്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഉള്ള പല ചോദ്യങ്ങളും മാധ്യമങ്ങൾ റേറ്റിംഗിന് വേണ്ടി മത്സരിക്കുന്ന തന്റെ പേരിൽ മസാല കൊടുക്കേണ്ടതില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്നത്. അതേസമയം അദ്ദേഹത്തോട് നമ്മൾ അതുപോലെ ആദിവാസി സമരത്തിനെതിരായ പോലീസ് നടപടി, ഈ രണ്ട് കാര്യത്തിലും എന്താണെന്ന് സംഭവിച്ചത് എന്നത് വിശദീകരിക്കുകയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് ഈ രണ്ട് സംഭവങ്ങളും അതിയായ ദുഃഖമുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.